മോളിക്കുട്ടിയെ, എടി മോളിക്കുട്ടിയെ. എന്താ അമ്മച്ചി? എന്റെ കസവ് കവണി എന്തേടി? ആ കട്ടിലിന്റെ തലക്കിൽ മടക്കി വെച്ചിട്ടുണ്ട്. എവിടെ? ആ കട്ടിലിന്റെ തലക്കിൽ മടക്കി വെച്ചിട്ടുണ്ടെന്ന്. കട്ടിലെവിടെയാ? ഇവിടെ എങ്ങും കട്ടിലും ഇല്ല, കവണിയും ഇല്ല. ആ ഇടത്തെ മുറിയിലേക്കൊന്ന് നോക്കിന്റെ അമ്മച്ചി. ഈ അമ്മച്ചി കൊണ്ട് തോറ്റു. ഒരു നിമിഷം സ്വസ്ഥതല്ല. മക്കളെന്തേടി? നീ അവരെ റെഡിയാക്കിയില്ലേ? ആ കിട്ടിയടി, കിട്ടി. എന്റെ കണ്ണട കണ്ട മോളിക്കുട്ടിയെ. അത് അമ്മച്ചിയുടെ മേശപ്പുറത്ത് തന്നെ ഉണ്ട്. ഇത് പഴയതല്ലയോ? പുതിയ കണ്ണട എവിടെ? പുതിയ കണ്ണട തന്നെ വേണം. മധുരപ്പതനെയാണെന്നാ വിചാരം. ചിരിച്ചോ എനിക്കിനി ഒരു ഭ്രാന്ത് വരാനുണ്ട്. ടീന എന്തിയടാ? അവൾ ഉമർത്തുണ്ട്. എടി, ആ മുറി വൃത്തിയാക്കി കഴിഞ്ഞ് അടച്ചിടണം കേട്ടോ. അശ്രീകരം പിടിച്ച ആ പൂച്ച കണ്ണ് തെറ്റിയ കട്ടിൽ കയറി കിടക്കും. എടിയേ, എന്റെ കണ്ണട കിട്ടിയില്ല. കണ്ണട എവിടെയുണ്ട് അമ്മച്ചി? എന്നാ നിങ്ങ എടുത്തോണ്ട് വാ. ആ മതി കേറ്. നീ പള്ളിയിലേക്കാന്നോടാ? അല്ല. ആ എടാ, ഞാൻ ടോണിയാ. നീ ആ എക്സൈസ് കമ്മീഷണറെ കണ്ടായിരുന്നോ? ഇന്ന് ഞായറാഴ്ചയല്ലേ, അയാളെ വീട്ടിൽ തന്നെ കാണും. നീ ഇപ്പൊ തന്നെ പോയി കാണും. ഞാൻ ദാ പള്ളിയിലോട്ട് ഇറങ്ങുക. വന്നിട്ട് നിന്നെ തിരിച്ചു വിളിക്കാം. നേർച്ചക്കും പെരുന്നാളിനൊക്കെ ബാംഗ്ലൂരിന്ന് വരുന്നേ. അപ്പൊ അമ്മച്ചി ഒന്ന് പള്ളി കൊണ്ടുപോലെന്താ? എന്നും നമ്മൾ തന്നെയല്ലേ കൊണ്ടുപോകുന്നേ? ഞാൻ ചോദിച്ചാരി അവർക്ക് വേറെ എങ്ങാണ്ടൂടെ പോകാനുണ്ടെന്ന്. ചുമ്മാതാ. റീതയെ പോലെ തന്നെ വന്നേറിയവളാ ഞാനും. എടിയേ, എന്റെ കൊട കാണാനില്ലല്ലോ. മുത്തുക്കുടിയും താലിപ്പലിക്ക് എടുത്ത് പയ്യെ വരട്ടെ, നമുക്ക് പോവാം. അമ്മച്ചി ഒന്ന് വേഗം വരുന്നുണ്ടോ? സതീശ വന്നാൽ ഊഞ്ഞല് കെട്ടാൻ കയ്യിലെടുത്ത് കൊടുത്തേര്. പറങ്കിമാവിൽ കെട്ടണെന്ന് പറഞ്ഞേര്. അതില് നിറച്ചു പുളിയുറുമ്പാ. രാഗിനിയെ, മാടുവിനെ തൊഴുത്തുനിന്ന് പുറത്തിറക്കി കെട്ടിയേക്ക്. പിണ്ണാക്ക് വെള്ളത്തിലിട്ടിട്ടുണ്ട്, കൊടുക്കാൻ മറക്കല്ലേ. ശരി അമ്മച്ചി. കൊറേ കാത്തു. പോട്ടടി, ഈ കാറും ജീപ്പും പത്രാസൊക്കെ എന്നാ ഉണ്ടായേ? കൊച്ചു ത്രേസി അതിനേക്കാളൊക്കെ ഒത്തിരി കാലം മുമ്പേ ഉള്ളതാ. അന്നും ത്രേസ പള്ളിയിൽ പോയായിരുന്നു. നടക്കാൻ ഇപ്പോഴും ഒരു കുഴപ്പമില്ല. കൊച്ചു ത്രേസിയെ തോൽപ്പിക്കല്ലേ. എന്താ തങ്കമണി, മോളുടെ കല്യാണക്കായെന്ന് കേട്ടല്ലോ. മകരത്തിൽ നടത്തണമെന്നാ വിചാരിക്കണത്. അതിന് കല്യാണ ഹാളൊന്നും ഒഴിവില്ലാന്ന് ദ്രസ്യാമച്ചേർത്തി. എന്നാത്രടി ഹാള്? മുറ്റത്തൊരു പന്തലിടാ. അതിന്റെ സുഖം ഒരു ഹാളിനുമില്ല. അത് നേരാ. നല്ല പിടക്കണ മീന്. എന്ത് മീനാ ജമാലെ? കൊഞ്ചുണ്ട്, ചാളയുണ്ട്. നോക്കട്ടെ. ബാംഗ്ലൂരാരൊക്കെ വന്നിട്ടുണ്ടല്ലേ? ആ, ഇനി അവധിയല്ലയോ. ഇതാ ഈ കൊഞ്ചു കുറച്ച് വീട്ടിൽ കൊടുത്തേര്. ജോയ്ക്കും കൊച്ചുങ്ങൾക്കും വലിയ ഇഷ്ടം. ഓ ശരി. നല്ല പിടക്കണ ചാള. നിർത്ത്. നീ ആ മഠത്തിലെ ബാലനായരുടെ മോനല്ലയോ? അതെ. എന്താ മോന്റെ പേര്? ബിബീഷ്. എന്തോന്നാ? ബിബീഷ്. ആ, നല്ല പേരാണല്ലോ. നിന്റെ ബൈക്കിലെ ആ പള്ളിയിലോട്ട് അമ്മച്ചൊന്നാക്കിയേ. ഇറങ്ങാൻ ഇച്ചിരി വൈകിപ്പോയി. ഇതാ ഈ ബൈബിൾ ഇവിടെ ഇരിക്കട്ടെ. ആ വിട്ടോ. നിനക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടോടാ? ഉണ്ട്. എങ്കിൽ ഇച്ചിരി സ്പീഡ് വിട്ടോ. ഒരുങ്ങി ചമഞ്ഞിറങ്ങി ഇനി അമ്മച്ചി എപ്പ പള്ളിയിൽ വരാനാ? മിന്നിച്ച് വിടു വിഭീഷേ. ആ ജീപ്പിനെ വെട്ടിക്കണം. ഇടയ്ക്ക് ഇതുപോലെ ഡോസ് കൊടുത്തില്ലേ ശരിയാകല. ഈ അമ്മച്ചി. ലോകത്തെവിടെയും സമാധാനമില്ല, സ്നേഹമില്ല.
ഭവനങ്ങളിൽ നിന്നും സ്നേഹത്തിന്റെ മെഴുകുതിരികൾ അണഞ്ഞു പോകുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകലുന്നു. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ അകലുന്നു. ഏത് മാർഗത്തിലൂടെയും പണം നേടണമെന്ന മാത്രമാണ് മാർഗവും ലക്ഷ്യവും പവിത്രമാകുന്നു. ഞാൻ പള്ളിയിലോട്ട് പുറപ്പെടാൻ നിൽക്കുമ്പോഴാ കിഴക്കപ്പുറത്തെ പ്ലാവ് കൊടുക്കുന്നു ചോദിച്ചോട്ട് ആള് വന്നത്. പിന്നെ അതിന്റെ കച്ചവടം ഉറപ്പിക്കണം വിലവേശലുമായിട്ട് നേരവും പോയി. നിനക്ക് എന്നാത്തിനാണ് ഈ പ്ലാവിന്റെ കാശ്? മക്കളുടെ പേരും അമേരിക്കയിൽ കിടന്ന് സമ്പാദിക്കല്ലോ. ആ കാര്യമൊന്നും പറയാതിരിക്കുന്ന ഭേദം. അവരെനിക്ക് കാശും പുത്തനൊന്നും തരണ്ട. പെറ്റതള്ള ജീവിച്ചിരിക്കുന്നു അറിയാൻ വല്ലപ്പോഴും ഒരു എഴുത്ത് അതുപോലെ. അവന്റെ പെമ്പിളയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് അന്വേഷിക്കും അമ്മച്ചിക്ക് വല്ലതും വേണോന്ന്. അത് പറഞ്ഞപ്പോഴാ ഞാനിതൊക്കെ എന്തിനിവിടെ പറയുന്നു എന്ന് നിങ്ങൾക്കെങ്കിലും തോന്നുന്നുണ്ടാവാം. എന്റെ കർത്താവേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആദ്യം ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയതല്ലയോ ഈ പ്രായത്തില്. ത്രേസ്യാമ്മച്ചേർത്തി 10-60 കൊല്ലമായില്ലയോ പള്ളിയിൽ വരാൻ തുടങ്ങിയിട്ട്? അച്ഛൻ നല്ല നല്ല കാര്യങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, ആളുകളെ ഭക്തിപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് കൊച്ചു വർത്തമാനം പാടില്ലെന്ന് പറഞ്ഞു തന്നിട്ട് വേണോ അറിയാൻ? എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ള ഇതൊരു ആരാധനാലയമാണ്, അത് മറക്കരുത്. ഞാനും അച്ഛനൊന്ന് ഉപദേശിക്കണമെന്ന് ഓർത്തിരിക്കായിരുന്നു. അച്ഛന്റെ പ്രസംഗം എന്നാ പോരാന്നറിയാവോ? വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ ചുരുക്കി പറയാൻ അച്ഛനൊന്ന് പഠിക്കണം. പള്ളി ആയതുകൊണ്ട് ആളുകൾ പോവാത്തെ. എന്റെ ഈശോയെ, നീ എന്നെ വർത്താനേ പറയുന്നേ. നീ നിന്നെ, ഞാൻ എന്റെ കെട്ടിയൊന്ന് കണ്ടേച്ചു വരാം. ബാംഗ്ലൂരിലെ ബിസിനസ് ഒക്കെ മോശമായിന്നാ ജോയ് പറയുന്നേ. എന്നാ അതങ്ങ് ഇട്ടേച്ച് പോരെന്ന് പറഞ്ഞാ അത് അവന് പറ്റില്ല. ഉള്ള റബ്ബറും കാപ്പിയും കുരുമുളകും എല്ലാരും കൂടി ചേർന്ന് നോക്കുവാന്നേ തോട്ടം ഒന്നും ഉഷാറാവും. എല്ലാരും കൂടി സന്തോഷമായിട്ട് ഒരുമിച്ച് അങ്ങ് കൂടുകയും ചെയ്യാം. ഞാനിത് പറഞ്ഞപ്പോ ടോണിക്കുട്ടി ചോദിക്കുവാ, അമ്മച്ചി ഇതെന്നാ അറിഞ്ഞോണ്ടാന്ന്. അവനൊരു വലിയ അബ്കാരി, അമ്മച്ചി വിവരമില്ലാത്തോളും. ബെന്നിയാണേ കോൺഗ്രസ് എന്ന് പറഞ്ഞ് കാലത്തെ കതറിട്ടങ്ങ് ഇറങ്ങിക്കോളും. ഏതാണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് പോകുന്ന മട്ടും ബാവ. അത് തലതിരിഞ്ഞു പോയി ചായ, ഇനി നേരെ ആക്കാനൊക്കെയല്ല. എന്തുവാടി? ടോണിക്കുട്ടി ജീപ്പ് വിട്ടോണ്ട് കൊറേ നേരമായിട്ട് കാത്തു നിൽക്കുവാ. അവൻ അവിടെ നിക്കട്ടെ, നീ ഇങ്ങോട്ട് വാ. ഓ, ഞാനിവിടെ ഇരുന്നോളാം, നീ ഒന്ന് വേഗം വാ. അവക്കേ ഈ ചാന്റെ മുന്നേ വരാൻ നാണാന്ന്. ഓ പിന്നെ നാണം, നാണിക്കാൻ കണ്ട ഒരു പ്രായം. നിങ്ങൾ കെട്ടിയോനും കെട്ടിയോളും ശൃംഗരിക്കുന്നിടത്ത് ഞാൻ എന്തിനാ കട്ടുറും പാകുന്നെന്നും കരുതിയ. നമ്മള് ശൃംഗരിക്കുവാന്ന്. പിന്നെ ചായ, മോളിക്കുട്ടിക്ക് എന്നെ ഇപ്പൊ തീരെ പിടിക്കുന്നില്ല. ഞാൻ അറിയാതെ ഇന്നാള് മുറ്റത്തൊന്ന് മുറുക്കി തുപ്പി. അതിനവൾ അമ്മച്ചിക്ക് വൃത്തിയില്ലാന്നും പറഞ്ഞ് എന്നാ പുകയില ഉണ്ടാക്കിയെന്ന് അറിയാവോ? പിന്നെ ഞാൻ തന്നെ അത് കൈക്കോട്ട് എടുത്തുകൊണ്ട് വന്ന് അങ്ങ് കോരിക്കളഞ്ഞു. അത് നീ പോരാഞ്ഞിട്ടാ. നിന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ അവള് വിവരം അറിഞ്ഞേനെ. അത് അവള് പറഞ്ഞ നേരല്ലയോടി. കണ്ട ഇടത്തൊക്കെ മുറുക്കി തുപ്പിയാ പിന്നെ വൃത്തിയോടല്ലയോ? അത് കൊള്ളാം. കുറ്റം പറയുകയും വേണം, എന്നാ കുറ്റോട്ട് ഇല്ലേ താനും. എനിക്കെന്റെ ചെവത്തോട് വരുന്ന ഞാൻ പോവാ. ദാ ദേഷ്യം വന്നു. കുഞ്ഞു പറയാണെങ്കിലും വലിയ ദേഷ്യ. എവിടെ നോക്കിയാണ് നടക്കണേ? റജിയേ, റജി, അതെ, തൃപ്രയാറ് ടെലിഫോൺസിലുള്ള അന്തോണിച്ചന് രണ്ടാമത്തെ ഇതൊന്ന് ശരിയാക്കട്ടെ കുഞ്ഞിക്ക. ഇപ്പൊ തന്നെ 8500 രൂപ പറ്റുണ്ട്. അത് ഇങ്ങനെ വെച്ചിട്ട് നീ എത്ര കോഴി വേണേ കൊണ്ടുക്കോ. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് ലാസറട്ടം കണ്ട വിലയാണോ വെറും 8500 രൂപ? ബന്ധത്തിന്റെ വില കൂട്ടി പറഞ്ഞ കോയമ്പത്തൂർന്ന് വരുന്ന ലോറിക്കാരെ എനിക്ക് കോഴിനെ ഇറക്കൂല എന്റെ കുട്ടാ. ഇപ്പൊ തന്നെ 30,000 ജില്ലാൻ ഉറുപ്പിയാർക്ക് കൊടുക്കണ്ടേ? അത് ശരി. എന്നിട്ടാണ് എന്റെ കടം വെറും 8500 രൂപ. 30,000 രൂപ കട അപ്പുറത്തുള്ളത് കൊടുത്തു തീർക്കാതെ 8500 രൂപ കടമുള്ള എന്റെ മെക്കിട്ട് കയറുക. നിങ്ങൾ തൊലഞ്ഞ്. അല്ലെങ്കിൽ വേണ്ട, ചെകുത്താന്മാരുടെ അടുത്ത് വേദം ഓതിയിട്ട് കാര്യമില്ലെന്ന് ബൈബിളിൽ പറയുന്നത് നേരാ. എണ്ണുന്നില്ല, മൊത്തത്തിൽ കൊണ്ടുപോ. ആ കുപ്പായത്ത് കോഴിക്കാട്ടാക്കല്ലേ? 800 ഉലുവയാ വേളച്ചിലെന്നോട് വേണ്ട. ഇത് നീ തന്നെ കയ്യിൽ വെച്ചു. അതെ, ഒന്ന് ഇനിയുള്ള കാലം നമ്മള് ക്രിസ്ത്യാനികൾ ഒറ്റക്കെട്ടായിട്ട് നിന്നില്ലെങ്കിലുണ്ടല്ലോ. മതിരെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ എത്ര പ്രാവശ്യം? എന്റെ അവസ്ഥ ലാസറേട്ടൻ അറിയാത്തോണ്ട്. ഈ അവസ്ഥ ഞാൻ കൊറേ കേട്ടനെയാണ്ടാ. അതെയാ, ഇതങ്ങോട്ട് പിടിച്ചേ. അടുത്ത ശനിയാഴ്ച ബാക്കി പൈസയായിട്ട് ഞാൻ വരും. അപ്പങ്ങാനും വേണ്ടാന്ന് പറഞ്ഞോണ്ടല്ലോ. ഇത് കണ്ട, ഇതിനകത്ത് പെരിച്ചാഴിയല്ല മസില ഒന്നും അങ്ങോട്ട് തന്നോണ്ടല്ലോ. ലാസറേട്ടൻ മാറ്, കുഞ്ഞിക്ക കേറ്.